നമസ്കാരം. ദേവകി ആസ്ട്രോ സെർച്ചിലേക്ക് സ്വാഗതം. എല്ലാവരും ശനിയെ പേടിക്കുന്നു. ശനിദശാകാലം, ശനിയുടെ അപഹാരകാലം, 7.5 ശനിയായാലും കണ്ടക ശനിക്കാലം, ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നവർ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇവയ്ക്കെല്ലാം ഒരു ആശ്വാസം നൽകുന്നതിനായി ഒരു ചെറിയൊരു അറിവ് പങ്കുവയ്ക്കുകയാണ്. നൈഷ്ഠിക ബ്രഹ്മചര്യത്തിൻ്റെ പ്രതീകമാണ് ശ്രീ ധർമ്മശാസ്താവ്. അയ്യപ്പനും ധർമ്മശാസ്താവും രണ്ടാണ്. മഹാവിഷ്ണുവിൻ്റെ മോഹിനി രൂപത്തെ കാമിച്ച് മഹേശ്വരനുണ്ടായ പുത്രനാണ് ധർമ്മശാസ്താവ്. ധർമ്മശാസ്താവിൻ്റെ അംശ അവതാരമാണ് ശ്രീ അയ്യപ്പൻ. തീരാ ദുരിതങ്ങൾക്കും ശനിദോഷ ശമനത്തിനുമായി കലിയുഗവരദനായ അയ്യപ്പനെ നമ്മൾ ശരണം പ്രാപിക്കുന്നു. ഈ ഭൂമിയിൽ പിറന്നു വീണ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലും ശനിദോഷം കടന്നുവരും. ശനിദശാകാലം, ശനിയുടെ അപഹാരകാലം, കണ്ടക ശനിക്കാലം, 7.5 ശനിക്കാലം, അങ്ങനെ പലതരത്തിലുള്ള ശനിദോഷങ്ങളും അനുഭവിക്കാനിടയുണ്ട്. ജനന സമയമനുസരിച്ച് ശനിദോഷത്തിൻ്റെ ശക്തി കൂടിയും കുറഞ്ഞുമിരിക്കും. ഗ്രഹനിലയിലെ ശനിയുടെ അവസ്ഥയനുസരിച്ച് ശനിദോഷം ബാധിക്കും. ചിലരുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം നടക്കുന്നത് ഒരുപക്ഷെ ഈ ശനിയുടെ കാലഘട്ടത്തിലായിരിക്കും. യൗവനത്തിലെ ശനിദശയ്ക്കായിരിക്കും കാഠിന്യം. ബാല്യത്തിലും വാർദ്ധക്യത്തിലും വരുന്ന ശനിദശയ്ക്ക് ശക്തി കുറവായിരിക്കും. എന്നാൽ ചില വ്യക്തികളെ ഈശ്വരാനുഗ്രഹം കുറവായ സന്ദർഭങ്ങളിൽ ശനിദോഷം ശരിക്കും ബാധിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യും. അലച്ചിലുകൾ വർദ്ധിച്ചു നിൽക്കും. ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും ഒരു തവണ പോയാൽ സാധിക്കാത്തത് 10 തവണ പോയിട്ടേ ചിലപ്പോൾ സാധിക്കുകയുള്ളൂ. ഒരുവൻ്റെ പൂർവ്വജന്മ പ്രാരാബ്ധങ്ങളെ എല്ലാം അവനവൻ അനുഭവിച്ചു തന്നെ തീർക്കണം. എന്നിരുന്നാലും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനീശ്വര പൂജ ചെയ്യുന്നതും അയ്യപ്പസ്വാമിക്ക് എള്ളുപായസം സമർപ്പിക്കുന്നതും, അതിലുപരി അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ശനിയാഴ്ചകളിൽ ദർശനം നടത്തുന്നതും ശനിദോഷ ശാന്തിക്ക് ഉത്തമമാണ്. ധർമ്മശാസ്താവിന് മുമ്പിൽ മുട്ടിയുടച്ച നാളികേരം മുറിയിൽ എണ്ണയൊഴിച്ച് നീരാഞ്ജനം കത്തിക്കുന്നത് അത്യന്തം ശ്രേയസ്കരമാണ്. നീലാഞ്ജന സമാഭാസം രവിപുത്രം യാമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചര്യം. ഇത് നിത്യവും ജപിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ കാക്കയ്ക്ക് പച്ചരിച്ചോറും എള്ളും കലർത്തി തൈരും കൂട്ടി നനച്ചു കൊടുക്കുക. പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതും കറുപ്പോ നീലയോ വസ്ത്രം ദാനം ചെയ്യുന്നതും ധരിക്കുന്നതും ഉത്തമമാകുന്നു. ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.